ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു വിശുദ്ധ ദിവസത്തിലേക്ക് കൂടെ പ്രവേശിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കിയല്ലോ. ഇന്നത്തെ വായന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 1-ാം വാക്യം. ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. സഫീറയും അനന്യാസും ആദിമ ക്രൈസ്തവ സഭയിലെ വിശ്വാസികളായിരുന്നു. സഫീറ എന്ന പേരിൻ്റെ അർത്ഥം സൗന്ദര്യവതി എന്നാണ്. ആദിമസഭയിലെ വിശ്വാസികൾ എല്ലാവരും ഒരുമിച്ചിരുന്ന സകലവും പൊതുവക എന്ന് എണ്ണിയിരുന്നു. അവിടെ അവരവർക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞിരുന്നതുമില്ല. ഈ സമ്പ്രദായത്തിൽ തന്നെയായിരുന്നു സഫീറയും ജീവിച്ചിരുന്നത്. അക്കാലത്ത് തങ്ങളുടെ സ്വത്തുവകകൾ വിൽക്കാനിടയായ അനന്യാസും സഫീറയും അതിൽ നിന്നും ഒരംശം മാറ്റിയിട്ട് ബാക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുന്നു. എന്നാൽ അവരുടെ ഉള്ളിലെ സ്വാർത്ഥതയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുവാനും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും അവരെ ഇടയാക്കിയത്. അതിൻ്റെ ഫലമായി ഇരുവരും മരണശിക്ഷ ഏറ്റുവാങ്ങുന്നതായും അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ സഫീറയുടെ ജീവിതത്തിലൂടെ സ്വാർത്ഥത വരുത്തുന്ന അപകടങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, സ്വാർത്ഥത അവിശ്വാസത്തിലേക്ക് നയിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചാണ് നിലം വിൽക്കുവാൻ തീരുമാനിക്കുന്നത്. വിറ്റുകിട്ടിയ പണം മുഴുവൻ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുന്നില്ല. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വച്ചു എന്ന്. ഇവിടെ പറയുന്നത് ഭാര്യയുടെ അറിവോടെ എന്നാണ്. അവർ രണ്ടുപേരും ചിന്തിച്ചു കാണും, ഒരുപക്ഷെ സഭയിൽ എന്നെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നെങ്കിലോ, അന്ന് ഞങ്ങൾ എന്തു ചെയ്യും? അവിശ്വാസം അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ആദിമ സഭയെക്കുറിച്ച് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന് 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ അവിടെ ചെയ്യുന്ന കാര്യമാണ് ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ അതിൽ നിന്ന് വിഭാഗിച്ച് കൊടുക്കും എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നു. യോഗ്യമായ വിധത്തിൽ അവിടെ ധനം വിതരണം ചെയ്തിരുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ ദമ്പതികൾ അവരുടെ ജീവിതത്തിലെ തെറ്റായ ചിന്തകൾ അഥവാ അവിശ്വാസത്തിൻ്റെ നാമ്പുകൾ വളർന്നു തുടങ്ങിയതിനാൽ തിന്മ പ്രവർത്തിക്കുവാൻ ഇടയാകുന്നു. സ്വാർത്ഥത നമ്മെ അവിശ്വാസത്തിലേക്ക് നയിക്കും എന്ന് ഇവരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായിട്ട്, സ്വാർത്ഥത പാപം ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കും. തങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുവരും ഒന്നിച്ച് തിന്മ പ്രവർത്തിക്കുന്നത്. ഒരാളിന് വേണമെങ്കിൽ അവിടെ മറ്റൊരാളിനെ തിരുത്താമായിരുന്നു. എന്നാൽ രണ്ടുപേരുടെയും ചിന്തകൾ ഒന്ന് തന്നെ ആയിരുന്നിരിക്കണം. ഒരാൾക്ക് മറ്റൊരാളെ എക്കാലവും നന്മയിലേക്കും തിന്മയിലേക്കും വഴി നടത്തുവാനായിട്ട് സാധിക്കും. ഇവിടെ ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും അത് തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എന്തു തന്നെ ആയാലും അത് പാപമാണ്. നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തെ പരിശുദ്ധാത്മാവിന് നേരെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. യേശു കർത്താവ് തന്നെയാണ് ഇവിടെ ഇത്തരത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തികൾ നമ്മെ അവിശ്വാസത്തിലേക്കാണോ പാപത്തിലേക്കാണോ നയിക്കുന്നത്? നമ്മെ തന്നെ ഈ പകൽക്കാലം നമുക്കൊന്ന് ശോധന ചെയ്യാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളിലെ സ്വാർത്ഥതയെ തിരിച്ചറിയുവാനും പാപത്തിൻ്റെ അനന്തരഫലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.